ഓഗസ്റ്റ് 18 ഞായറാഴ്ച. യോഹന്നാൻ 6 51 മുതൽ 58 വരെ വാക്യങ്ങൾ. ഈ ദിവസങ്ങളിലെ കേരളത്തിലെ ദേവാലയങ്ങളിലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ചൂടേറിയ വാർത്തകളിലൊന്ന് എറണാകുളം മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ്. കഴിഞ്ഞ ജൂലൈ 21 വിശുദ്ധ കുർബാനയ്ക്കിടെ 14 വയസ്സ് പ്രായമുള്ള ആഗ്നസ് എന്ന പെൺകുട്ടി കുർബാന അവളുടെ കൈകളിൽ സ്വീകരിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. പിന്നീട് ഇടവക വികാരി ആ തിരുവോസ്തി സക്രാരിയിൽ സംരക്ഷിച്ചു. പിറ്റേ ഞായറാഴ്ച പെൺകുട്ടി പള്ളിയിൽ വന്നപ്പോൾ ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നാവിൽ സ്വീകരിച്ച തിരുവോസ്തി മാംസമായി മാറുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല, വായിൽ രക്തത്തിൻ്റെ രുചിയും. ഈ 2 ഓസ്തികൾ ഇപ്പോൾ ബിഷപ്പ് ഹൗസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പിറ്റേ ആഴ്ച, അതായത് ഓഗസ്റ്റ് 4 ആഗ്നസ് സ്കൂളിൽ നടന്ന കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട ഓസ്തി നാവിൽ മാംസമായി മാറുന്നത് അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. അത് ഇറക്കുവാൻ പ്രയാസമായിരുന്നു. ഈ സംഭവങ്ങൾ ഒരു അത്ഭുതമായിട്ട് തിരുസഭ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ തിരുവോസ്തികൾ ദൈവശാസ്ത്ര വിദഗ്ധരും ഡോക്ടർമാരും അടങ്ങിയ ഒരു കമ്മീഷൻ പഠനത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം തിന്നുന്നവൻ എന്നും ജീവിക്കും. യേശു വീണ്ടും തുടർന്നു, ഞാൻ നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവന് വേണ്ടി എൻ്റെ മാംസമാണ്. യേശുവിൻ്റെ ഈ പ്രസ്താവനകൾ തീർച്ചയായിട്ടും അത് കേട്ടവർക്ക് വളരെ വിചിത്രമായി തോന്നിയിരിക്കണം. പിന്നീട് യേശു മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ഈ സാദൃശ്യം കൂടുതൽ വിപുലീകരിച്ച് പറയുന്നുണ്ട്. അവൻ തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടാകില്ല. അവൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ അവർക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുമെന്ന് അവൻ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, അവസാന നാളിൽ അവർ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ പ്രസ്താവനയോട് അവൻ്റെ ശ്രോതാക്കൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. കുർബാനയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നാം ആരെയാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും അറിയാമോ? അതോ നമ്മളൊരു ആരാധനയുടെ ഭാഗമായിട്ട് കുർബാന സ്വീകരിക്കുകയാണോ? യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടിയാണ്. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി അവിടുന്ന് സമർപ്പിച്ചു. നാം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴെല്ലാം യേശു തന്നെ നമുക്കായി നൽകുകയാണ്. ഈ അത്ഭുതകരമായ ദാനത്തെ നാം വിലമതിക്കുന്നുണ്ടോ? നമ്മെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ നൽകിയ കർത്താവിനോട് നമ്മൾ നന്ദി പറയാറുണ്ടോ? ഏറ്റവും വലിയ അത്ഭുതം യേശു ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നത് തന്നെ.
അവൻ നമ്മുടെ നടുവിലാണ്. കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ അവൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തീരുന്നു. നമ്മുടെ പേശികളിലും രക്തക്കൊഴലുകളിലും യേശു യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അങ്ങനെ യേശു നമ്മിൽ വസിക്കുന്നു, നാം അവനിൽ നിലകൊള്ളുന്നു. വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ശരീരത്തിൽ ജീവിക്കുന്ന ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.